ഏകദേശം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നെക്സ്റ്റ് ഡേയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ വേണ്ടതെന്നുള്ളൊരു രൂപം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് പച്ചരിയാണ് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇഡ്ഡലി റൈസാണ്. പക്ഷേ ഇഡ്ഡലിക്കല്ല, നമ്മൾ നാളെ വെള്ളപ്പവും ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കുക എന്നാണ് വിചാരിക്കുന്നത്, കുറച്ച് ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതിനുള്ള പച്ചരി ഞാൻ വേഗം തന്നെ വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഇതിനെ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് രാത്രി ആകുമ്പോഴത്തേക്ക് മൂപ്പര് അവിടെ കിടന്ന് സെറ്റ് ആയിക്കോളും. ഇന്ന് ഡിന്നറിന് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് സൂചി റവ കൊണ്ടുള്ള ഉപ്മാവും അതേപോലെ തന്നെ ഒരു തക്കാളി ഫ്രൈ, ടൊമാറ്റോ ഫ്രൈ, അത് ഒരുപാട് ഗ്രേവി ഒന്നും ഇല്ലാത്ത ഒരു സെമി ഗ്രേവി ആയിട്ട്. അപ്പോൾ ഞാൻ ചോപ്പിംഗ് ബോർഡും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. വേഗം തന്നെ ഉപ്പുമാവിനുള്ളതും അതേ സമയം തന്നെ നമ്മുടെ തക്കാളിക്കറിക്കുള്ള സാധനങ്ങൾ ഒരേ സമയത്ത് തന്നെ കട്ട് ചെയ്ത് വേറെ വേറെ പാത്രങ്ങളിലേക്ക് അങ്ങ് ഇട്ട് വയ്ക്കുകയാണ്. എന്നാൽ പിന്നെ ആ പരിപാടികളൊക്കെ കഴിയല്ലോ എന്ന് വിചാരിച്ചു. ഒരു പാൻ എടുത്തിട്ട് നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഉപ്പുമാവിന് ഈ സൂചി റവ റോസ്റ്റഡ് റവയാണ് വാങ്ങിക്കുന്നതെന്ന് വെച്ചാലും ഞാനൊന്ന് വീട്ടിൽ വന്ന് റോസ്റ്റ് ചെയ്യാറുണ്ട് വീണ്ടും ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് മുന്നേ. എങ്കിൽ മാത്രമേ എനിക്ക് നന്നായിട്ട് കിട്ടാറുള്ളൂ, അല്ലെങ്കിൽ ചില സമയത്ത് കട്ട പിടിക്കുന്ന പോലെ തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് റോസ്റ്റൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് പാത്രങ്ങളൊക്കെ എടുക്കാനും രാത്രി ആയതുകൊണ്ട് അതൊക്കെ കഴുകി വെക്കാനൊക്കെ ഉള്ള മടിയുണ്ട് ഞാൻ സെയിം പാന് തന്നെ ഒന്ന് കഴുകിയിട്ട് അതിൽ തന്നെയാണ് കേട്ടോ ഈ തക്കാളിക്കറി ഉണ്ടാക്കുന്നത്. അതൊക്കെ ഒന്ന് സെറ്റാക്കി മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ മോനെ പഠിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം അങ്ങോട്ടേക്ക് നൈറ്റ് കഴിഞ്ഞ് പിന്നെ രാത്രി വരുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചരി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ചോറും ഒക്കെ ഇട്ടിട്ട് കുറച്ച് ഈസ്റ്റും ചേർത്താണ് ഞാൻ അരയ്ക്കുന്നത്. വെള്ളപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും കേട്ടോ രാവിലെ ആകുമ്പോഴത്തേക്ക്. ഈ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ ഒന്ന് പോയി നോക്കിയാൽ മതി, നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ നാളത്തേക്ക് സ്റ്റൂവിനുള്ള കുറച്ച് ഗ്രീൻ പീസും കൂടെ ഞാൻ ഇട്ട് വെക്കുന്നുണ്ട്. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. സാധനങ്ങളൊക്കെ അതത് സ്ഥലത്ത് മാറ്റി വെക്കണം. പിന്നെ കുറച്ച് വടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സി യു.